നിന്നെ കൊണ്ടൊക്കെ എന്തിനെങ്കിലും കൊള്ളൂടാ. ഇത്രയും നാളായിട്ട് ആ പ്രേം സഹായുടെ റോബോട്ടിനെ പിടിക്കാൻ നിങ്ങൾക്കൊന്നും സാധിച്ചില്ല. ഇനി എന്റെ കൺമുമ്പിൽ എങ്ങനെ കണ്ടാ പോയിക്കോളുക. ഫുർസത്ഗഞ്ചിൽ റോബോട്ട് എക്സിബിഷൻ നടക്കുകയാണ്. പല നാടുകളിൽ നിന്നും ജനങ്ങൾ അവരെ റോബോട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം, അതേതായാലും നന്നായി. മാഡ് മാക്സ് ഈസ് ഗ്ലാഡ്, വെരി വെരി ഗ്ലാഡ്. എന്തു പറ്റി ബോസ്? നിങ്ങൾക്കെന്താ പെട്ടെന്ന് ഇത്രയൊരു വലിയ സന്തോഷം? ഫുർസത്ഗഞ്ചിൽ റോബോട്ട് എക്സിബിഷൻ നടക്കുകയാണ്. അവിടെ ആ പ്രേം സഹായിയും അയാളുടെ റോബോട്ടും തീർച്ചയായും അവിടെ എത്തുന്നതാണ്. നീ എന്റെ ഈ മാഗ്നറ്റിക് റോബോട്ടിനെ അവിടേക്ക് കൊണ്ടുപോകണം. അവിടെ ആ പ്രേം സഹായിയുടെ റോബോട്ട് എത്തിയാൽ ഈ റോബോട്ടിനോട് നീ കമാൻഡ് ചെയ്യ. കണ്ടില്ലേ, നല്ല അടിപൊളി റോബോട്ടല്ലേ? അതെ എംലി, എനിക്ക് ഇവിടെ വന്നത് ഒരുപാട് ഇഷ്ടമായി. മോനെ വീർ, എല്ലാ റോബോട്ടുകളും നീ ശ്രദ്ധിച്ചു നോക്കിയിട്ട് അതിന്റെ സിസ്റ്റം നീ പഠിക്കണം. ഇതിൽ എല്ലാ ഇൻഫോർമേഷനും ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരമാകും. ഇത് കണ്ടോ, പ്രേം സഹായുടെ റോബോട്ട് ആ ബ്ലൂ ജാക്കറ്റിൽ വരുന്നത്. ചെന്നവരെ പിടിക്ക. ആരെങ്കിലും ആ റോബോട്ടിനെ തടഞ്ഞു നിർത്ത്. പുതിയ പവർ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വരുന്നുണ്ടെന്ന്. ഇതൊരു വളരെ നല്ല കാര്യമാണല്ലോ ഇംലി. പിന്നെ ഈ ഫുർസത്ഗഞ്ചിൽ പവർ കട്ടൊന്നും ഉണ്ടാവുകയില്ല. വരൂ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് പേസ്ട്രീസ് റെഡിയാക്കിയിട്ടുണ്ട്. ആരൊക്കെയാ കഴിക്കുന്നേ? അതെ അപ്പൂപ്പ, ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ ജിണ്ടു ചേട്ടൻ അവിടെയുണ്ട്. എനിക്ക് അപ്പൂപ്പനെ മാത്രമേ ഇവിടെ വിശ്വാസമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് അപ്പൂപ്പന് തരുന്നേ. അപ്പൂപ്പൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം പ്ലീസ്. അവർക്ക് എന്നെ സംശയമുണ്ട്, അതുകൊണ്ട് അവരെന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. ഇതാ കുട്ടികളെ, ഈ പേസ്ട്രീസ് കഴിക്കും. വീർ, ഏതോ ഒരാൾ വന്നിട്ട് ഈ ലെറ്റർ തന്നിട്ട് പോയി. കേൾക്ക്, ഞാനിത് വായിക്കാം. ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ഫുർസത്ഗഞ്ചിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഫുർസത്ഗഞ്ചിന്റെ നന്മയാണ് എന്റെ ലക്ഷ്യം. ഞാനിവിടെ ആർക്കു വേണ്ടിയാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാൾ ഇന്ന് പവർ പ്ലാന്റില് രാവിലെ 11 മണിക്ക് മന്ത്രി സാർ വന്ന് റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ആ പ്ലാന്റ് മൊത്തം നശിപ്പിക്കാനാണ്. ദയവ് ചെയ്ത് ആ പവർ പ്ലാന്റിനെ രക്ഷിക്കണം. ഈ കത്തിന്റെ ഒപ്പം ഒരു ചിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ അയാളുടെ ഫോട്ടോസും പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അവനാണ് ബ്ലാസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പൂപ്പ, ആ ചിപ്പ് എവിടെ പോയി? താഴെ ഒന്ന് നോക്ക്. ചിലപ്പോ എൻവലപ്പ് തുറന്നപ്പോ താഴെ വീണ് കാണും. 11 മണിയാകാൻ നീ അരമണിക്കൂറേ ബാക്കിയുള്ളൂ. ഞാൻ പവർ പ്ലാന്റിലേക്ക് പോവാ. നിങ്ങൾ ആ ചിപ്പ് തേടി കണ്ടെത്ത്. ചിപ്പ് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജിന്റു ആ ബോംബ് ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ? അല്ല എമിലി, ബോംബുകൾ പല തരത്തിലുണ്ട്. ഒരുപക്ഷെ ആ ബോംബ് അനങ്ങുമ്പോൾ തന്നെ പൊട്ടിപ്പോയാലോ? അതുകൊണ്ട് അയാളെ തേടി കണ്ടുപിടിക്കുന്നത് അത്യാവശ്യമാണ്. വരൂ എമിലി, നീ എന്നോടൊപ്പം വാ. ജിന്റു, നമ്മളൊരു മൈക്രോ ചിപ്പ് അന്വേഷിക്കുന്നേ. അത് ഈ സാധനങ്ങളുടെ ഇടയിൽ എവിടെങ്കിലും വീണു പോയിട്ടുണ്ടാവും. മാജിക് ഉപയോഗിച്ച് അതെങ്ങനെങ്കിലും കണ്ടുപിടിക്കേ.
എന്നെ ഒന്ന് രക്ഷിക്ക്. ഇതെങ്ങനെ സംഭവിച്ചത്? No. ഇംലി! വീർ, എന്നെ രക്ഷിക്ക്. വീർ. ഇനി ആ റോബോട്ട് എന്റെ അടുത്തേക്ക് വന്നേ പറ്റൂ. അവൻ തീർച്ചയായും ഇങ്ങോട്ട് വരും. പക്ഷേ അവനെ നീ പിടികൂടുമോ അതോ നിന്നെ അവൻ പിടികൂടുമോ എന്നൊന്നും ഇപ്പൊ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതെന്താണോ അങ്ങനെ? തനിക്ക് എന്താണോ എന്നെ വിശ്വാസമില്ലാത്തത്? ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് അവനെയാ. വീരെന്ന് പറഞ്ഞാൽ അവന്റെ പേര് മാത്രമല്ല, അവനൊരു യഥാർത്ഥ വീരൻ തന്നെയാണ്. ഞാൻ എന്തായാലും ഇവിടുന്ന് സ്ഥലം വിടുക. ദൂരെ നിന്ന് തമാശ കണ്ട് രസിക്കുന്നതാണ് സുഖം. തീർച്ചയായും നിന്നെ വിട്ടേക്കാം. പക്ഷെ ആദ്യം നിന്റെ കൂട്ടുകാരൻ ഇങ്ങോട്ട് വരട്ടെ. വെൽക്കം വീർ. നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. ഇല്ലാട്ടോ, നിന്റെ കൂട്ടുകാരിയെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ കൂട്ടുകാരിയെ ഞാൻ തന്നെ രക്ഷിച്ചോളാം. നിന്നെ ആര് രക്ഷിക്കൂ എന്ന് ഞാനിപ്പോ ആലോചിക്കുന്നേ. ചെറിയ വായ കൊണ്ട് എത്ര വലിയ വർത്തമാനം ഇവൻ പറയുന്നത്. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. ഹാ. ഹാ. ഞാനൊരു കാളയാണ്. കാള. ഇനി എന്നോട് ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടോ? എന്നെ വിട്. ഇങ്ങനെ നീ അത് ചെയ്തു പോയതാ. എമിലി മോളെ, നീ എന്നെ ഒന്ന് രക്ഷിക്കടിയേ. വീർ, നീ നിന്റെ പേര് പോലെ തന്നെയാ. ശരിക്കും ഒരു വീരനാ. അല്ല, ഇതെന്താ ഹെലികോപ്റ്ററിന്റെ എല്ലാ പവറും എംപി ആയി പോയല്ലോ. 0 പവേഴ്സ്. എന്താ ഇതെന്ത് പറ്റി? എന്താ സംഭവിച്ചത്? ഇത് പെട്ടെന്ന് എന്താ പറ്റിയത്? ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാ. ദേ അങ്ങോട്ട് നോക്ക്. ഏതോ ഒരു ചക്കൻ നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുക. അവന്റെ ആ റേസാണ് നമ്മളെ രക്ഷിച്ചത്. അവൻ ആരാണ്? മൈക്രോഫോൺ ഓൺ. മൈക്രോഫോൺ ഓൺ. പൈലറ്റ് സർ, യൂസ് യുവർ ബാക്കപ്പ് ബാറ്ററീസ് ഫാസ്റ്റ്. നമുക്ക് ഒട്ടും സമയമില്ല. നീ ആരാണെന്നൊന്നും എനിക്കറിയില്ല. നീ ആരായിരുന്നാലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ദൈവം പറഞ്ഞേച്ച് ഞങ്ങളുടെ ദൈവദൂതനാണ്. ഇപ്പൊ തന്നെ ബാക്കപ്പ് ബാറ്ററി ആക്ടിവേറ്റ് ചെയ്തു. വീർ, ഇനി നീ എന്ത് ചെയ്യും? നീ ആ ഹെലികോപ്റ്ററിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചോളൂ. എന്നിട്ട് ഞാൻ കുറേശ്ശെയായി നിന്റെ മുഴുവൻ ശക്തിയെയും വലിച്ചെടുക്കും. ആ
ജിണ്ടു, നീ എവിടെയാ? ജിണ്ടു, വേഗം വാ ജിണ്ടു. എന്തു പറ്റി ചുൾബുൾ? ഞാൻ അവിടെ കഴിച്ചോണ്ടിരിക്കായിരുന്നു. അതിനിടയിലാ നീ വിളിച്ചു വരുത്തിയത്.